വി.എം. സുധീറിനെതിരെ പരാതിയുമായി ഹൈക്കമാൻഡിന് മുന്നിൽ എ ഗ്രൂപ്പ്. കെ.പി.സി.സിയിൽ നേതൃത്വ ശൂന്യതയുണ്ടെന്നും വിഷയത്തിൽ ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെടണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. ഗ്രൂപ്പ് ഒഴിവാക്കാനായി കൊണ്ടുവന്ന വി.എം. സുധീരൻ ഗ്രൂപ്പ് വളർത്താനാണ് ശ്രമിച്ചതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീറിനെതിരെ എ ഗ്രൂപ്പ് നീക്കം ശക്തമാക്കുകയാണ്. വിവാദ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയ വി.എം. സുധീറിന്റെ നടപടിയാണ് കനത്ത തിരിച്ചടിക്ക് കാരണമായതെന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി മാറിയതുപോലെ സുധീരൻ സ്ഥാനമൊഴിയണമെന്നും കെ.പി.സി.സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ എ ഗ്രൂപ്പ് നേതാക്കൾ പറഞ്ഞിരുന്നു. ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വരുന്ന നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുകയായിരുന്നു തിരുവഞ്ചൂരിന്റെ സന്ദർശന ലക്ഷ്യം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി തിരുവഞ്ചൂർ കൂടിക്കാഴ്ച നടത്തി. നിലവിൽ നേതൃത്വത്തിൽ ശൂന്യതയുണ്ടെന്നാണ് വി.എം. സുധീരൻ ലക്ഷ്യമിട്ട് തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് അടിയന്തരമായി സംസ്ഥാന വിഷയങ്ങളിൽ ഇടപെടണമെന്നും തിരുവഞ്ചൂർ നേതൃത്വത്തെ അറിയിച്ചു. മാത്രവുമല്ല, ഗ്രൂപ്പ് ഒഴിവാക്കാനാണ് സുധീരനെ അധ്യക്ഷനായി കൊണ്ടുവന്നത്. എന്നാൽ സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് വളർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും തിരുവഞ്ചൂർ നേതൃത്വത്തെ അറിയിച്ചു. എ.കെ. ആന്റണി അടക്കമുള്ള നേതാക്കളുമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തി. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം അറിയിക്കുകയായിരുന്നു സന്ദർശന ലക്ഷ്യമെന്ന് തിരുവഞ്ചൂർ പ്രതികരിച്ചു. കേരള സിറ്റുവേഷൻസിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം അറിയിച്ചു. ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമുക്കുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടത്. വി.എം. സുധീരനെതിരെ എ ഗ്രൂപ്പ് നീക്കം ശക്തമാക്കിയെങ്കിലും നിലവിൽ ഹൈക്കമാൻഡ് ഇടപെടാനുള്ള സാഹചര്യം കുറവാണ്. റിപ്പോർട്ടർ, ദില്ലി.